നമസ്കാരം മക്കളെ. നമ്മുടെ PSCയുടെ മറ്റൊരു യോഗ തീരുമാനം കൂടി വരികയാണ്. വളരെ പ്രധാനപ്പെട്ട 2 വേക്കൻസികളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ വരികയാണ്. അതായത് CPOയും CEO-യും സിവിൽ എക്സൈസ് ഓഫീസറും. നമ്മുടെ 2025 ഫോഴ്സ് പരീക്ഷ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് സുവർണ അവസരവുമായിട്ടാണ് PSC വരുന്നത്. അതായത് 30/12/2024 വന്ന യോഗ തീരുമാനമാണ്. അതായത് ഇന്നലെ വന്നിട്ടുള്ള യോഗ തീരുമാനമാണ്. ഈ യോഗ തീരുമാന പ്രകാരം നമ്മുടെ ജില്ലാ തലത്തിലുള്ള റിക്രൂട്ട്മെന്റിൽ ഇവിടെ കിടപ്പുണ്ട്. കേരള പോലീസ് സർവീസിലെ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് ഉള്ള CPO വേക്കൻസിയിലേക്ക് എന്ത് വരികയാണ്, നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ജനുവരി മാസത്തിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ജനുവരി മാസം ഒരാദ്യ ഭാഗത്തിലൊക്കെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? CPOയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. കട്ടയ്ക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് PSC വന്നിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, കേരള പോലീസ് സർവീസിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനുകളിലേക്കുള്ള CPO വേക്കൻസി. ഒത്തിരി ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എപ്പോൾ വരും CPO വരും. നമ്മുടെ വീഡിയോയുടെ കമന്റുകളിലൊക്കെ ഇഷ്ടം പോലെ കമന്റുകൾ വരാറുണ്ട്. CPO വേക്കൻസി എന്നാണ് വരാൻ പോകുന്നത്. അതാ വന്നിരിക്കുകയാണ്. CPO വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരും, ജനുവരി മാസത്തിൽ വരുമെന്നുള്ളത് നമ്മുടെ PSC അറിയിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ യോഗ തീരുമാനമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വേക്കൻസിയാണ് വിവിധ ജില്ലകളിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പാർട്ട് 1 പാർട്ട് 2, അതായത് നേരിട്ടുള്ളതും തസ്തിക മാറ്റം മുഖേനയുള്ളതുമായിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസറിലേക്കുള്ള വിജ്ഞാപനവും എന്ത് ചെയ്യാൻ പോവുക, ജനുവരി മാസത്തിൽ തന്നെ വരാൻ പോവുകയാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഫോഴ്സ് പരീക്ഷകളിലേക്കുള്ള നോട്ടിഫിക്കേഷനുകളാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് സുവർണ അവസരമാണ് ഇത്. ഫോഴ്സ് പരീക്ഷകൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സ് പരീക്ഷകൾ വരാൻ പോകുന്നുണ്ട്. നമ്മുടെ വിമൻ CPOയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ CPOയുടെ കാര്യം നമ്മൾ പറഞ്ഞു. എക്സൈസ് ഓഫീസറുടെ കാര്യം, സിവിൽ എക്സൈസ് ഓഫീസറുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു. അതേപോലെ തന്നെ ഫയർമാൻ ഓൾറെഡി വന്നിട്ടുണ്ട്, ഫയർ വ്യൂമൻ ഓൾറെഡി വന്നിട്ടുണ്ട്, ഫയർ വ്യൂമനും വന്നു. ഇതെല്ലാം എന്ത് ചെയ്തു, വന്നു കഴിഞ്ഞു. ഇനി APO വരാനുണ്ട്, അതേപോലെ തന്നെ BFO വരാനുണ്ട്. അതൊക്കെ ഇനിയും വരാനിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റിയ അവസരമാണ് മക്കളെ. നിങ്ങൾക്കായിട്ട് ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കോൺസെൻട്രേറ്റഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജനുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ നമ്മുടെ അടുത്തൊരു ബാച്ച് ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ യൂണിഫോം അണിയണമെന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തെ കൂടെ നിർത്തി നേടിയെടുക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതായത് നിങ്ങൾക്ക് എക്സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് എന്ത് ചെയ്യാണ്, നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതിനൊരു കൂപ്പൺ കോഡോടുകൂടി, നിലവിലൊരു ഓഫറോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് നമ്മുടെ ഏത് ബാച്ചിലേക്കും, അതിപ്പം ഫോഴ്സ് ബാച്ച് ആയിക്കോട്ടെ, മറ്റേത് ബാച്ച് ആയിക്കോട്ടെ, ആ ബാച്ചുകളിലേക്ക് എല്ലാം നിങ്ങൾക്ക് 10% ന്യൂ ഇയർ ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അതായത് ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ആണ്. 10% ഡിസ്കൗണ്ടോടുകൂടി എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഈ ഫോഴ്സ് പരീക്ഷകളിലേക്കെല്ലാം ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ കൂപ്പൺ കോഡ് കൊടുക്കാനായിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ട്. അവിടെ സൂപ്പർ ന്യൂ ഇയർ 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ ഫോഴ്സ് പരീക്ഷകൾ സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് സുവർണ അവസരമാണ്. എത്രയും വേഗം എന്ത് ചെയ്യുക, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓഫർ വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ഒപ്പം നന്നായിട്ട് പഠിച്ച് യൂണിഫോം അണിഞ്ഞ് നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായിട്ട് മാറാം. ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ തയ്യാറെടുക്കുന്ന, എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഒരൊറ്റ ഫോഴ്സ് ബാച്ച് ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാം സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു CPO എഴുതുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എഴുതും, ഫയർമാൻ എഴുതും, എല്ലാം എഴുതും. അപ്പോൾ ഇതിന്റെ ഒന്നും സ്പെഷ്യൽ ടോപ്പിക്ക് പലയിടത്ത് പോയി തപ്പി നോക്കണ്ട. എല്ലാം ഒരൊറ്റ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ അവസരം എന്ത് ചെയ്യുക, എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.